Hello, guten Tag. It's again Anne-Maria, and today we are going to discuss about relative sats in accusative. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിലേറ്റീവ് സാറ്റ്സ് ഇൻ നോമിനാറ്റീവ് ഡിസ്കസ് ചെയ്തു. ആൻഡ് എന്താണ് റിലേറ്റീവ് സാറ്റ്സ് ആൻഡ് നോമിനാറ്റീവ് കേസിൽ എങ്ങനെയാണ് റിലേറ്റീവ് സാറ്റ്സ് അപ്ലൈ ചെയ്യേണ്ടത് ആൻഡ് റിലേറ്റീവ് സാറ്റ്സ് നോമിനാറ്റീവ് കേസിലെ പേഴ്സണൽ പ്രൊനോമൻ അതൊക്കെ നമ്മൾ പഠിച്ചു. ആൻഡ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന റിലേറ്റീവ് സാറ്റ്സ് ഇൻ അക്കുസാറ്റീവ്. എന്താണ് റിലേറ്റീവ് സാറ്റ്സ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. എങ്കിലും ein Satz beschreibt mehr Informationen über ein Nomen im Hauptsatz. ഒരു റിലേറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത് ഒരു ഹോപ്പ് സാറ്റ്സിലുള്ള നോമിനെ നമ്മൾ അല്ലെങ്കിൽ അവിടെയുള്ളൊരു ഇൻഫർമേഷനെ നമ്മൾ ബെഷ്റൈബൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു ഫോമാണ് എന്ത് റിലേറ്റീവ് സാറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് അക്കുസാറ്റീവ് കേസിലെ റിലേറ്റീവ് പ്രൊനോമൻ എന്ന് പറയുന്നത് മാസ്കുലിൻ ദേൻ, ഫെമിനിൻ ദി, ന്യൂട്രം ദസ്, പ്ലൂറാൽ ദി. ദെൻ സാറ്റ് സ്ട്രക്ചർ. നമ്മൾ നോമിനാറ്റീവിൽ ഓൾറെഡി 2 തരത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ പഠിച്ചതാണ്. അതേപോലെ തന്നെ നമുക്ക് അക്കുസാറ്റീവിലും 2 തരത്തിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഫസ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ മെയിൻ ക്ലോസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ്, സെക്കൻഡ് സെൻറ്റൻസ് സ്ട്രക്ചർ മെയിൻ ക്ലോസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ് പ്ലസ് മെയിൻ ക്ലോസ് കണ്ടിന്യൂവേഷൻ. നമുക്കിനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ മെയിൻ ക്ലോസ് പ്ലസ് റിലേറ്റീവ് ക്ലോസ്. ഫോർ എക്സാമ്പിൾ, ich kenne den Mann, ich habe ihn gestern gesehen. ആൻഡ് നമ്മൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ദേൻ മൻ എന്ന് പറയുന്ന ആ ഒരു നൗണിനെയാണ് സെക്കൻഡ് സെൻറ്റൻസിൽ ഈൻ എന്ന് പറയുന്ന അക്കുസാറ്റീവ് പേഴ്സണൽ പ്രൊനോമനായിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സെൻറ്റൻസ് അതേപോലെ തന്നെ പറയാം, ഇഷ് കെന്നെ ദേൻ മൻ, ദെൻ കോമ. ഇനി ഈനിനെയാണ് നമ്മൾ ദേൻ മൻ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. സോ ഈൻ ഏത് കേസിലാണ് കിടക്കുന്നത് നോക്കുക. ഈൻ കിടക്കുന്ന അവിടെ അക്കുസാറ്റീവ് കേസിലാണ്. ഞാൻ ആരെ ഇന്നലെ കണ്ടായിരുന്നു, ആരെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ അത് അക്കുസാറ്റീവ് കേസ്. സോ ഈൻ, അവനെ ഞാൻ ഇന്നലെ കണ്ടായിരുന്നു. സോ ദേൻ മന്നിനെയാണ് നമ്മൾ ഈൻ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. സോ റിലേറ്റീവ് പേഴ്സണൽ പ്രൊനോമൻ അനുസരിച്ച് ഈൻ എന്ന് പറയുന്നത് ഒരു ബോയിയാണ്. സോ മാസ്കുലിനിൽ ഈന് ദേൻ എന്ന് പറഞ്ഞാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടത്. സോ ഇഷ് കെന്നെ ദേൻ മൻ, ദേനിഷ് ഗെസ്റ്റൺ ഗെസേൻ ഹാബെ. അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ്, റിലേറ്റീവ് സാറ്റ്സിൽ എപ്പോഴും നമ്മൾ വെർബ് എവിടെയാണ് വിത്ത് കോൺജുഗേഷൻ അമ്മെൻ്റെയിലാണ് ഇടാറ്. സാറ്റ്സ് സ്ട്രക്ചർ സ്വൈ മെയിൻ ക്ലോസ് ഓർഡർ ഹോപ്പ് സാറ്റ്സ് പ്ലസ് റിലേറ്റീവ് ക്ലോസ് ഓർഡർ റിലേറ്റീവ് സാറ്റ്സ് പ്ലസ് മെയിൻ ക്ലോസ് കണ്ടിന്യൂവേഷൻ. ഓർ ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, നൗൺ കോമ റിലേറ്റീവ് പ്രൊനോമൻ പ്ലസ് നെബൻ സാറ്റ്സ് കോമ റെസ്റ്റ് ഓഫ് മെയിൻ ക്ലോസ്. For example, die Frau wohnt in Berlin, ich habe sie gestern gesehen. ഇവിടെ നമുക്ക് വരേണ്ട നിയമം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സാറ്റ്സ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് അല്ലെങ്കിൽ ഹോപ്പ് സാറ്റ്സിലെ എന്ത് സെയിം ആയിരിക്കണം, സബ്ജക്റ്റും ആൻഡ് രണ്ടാമത് വരുന്ന സെൻറ്റൻസിലെ വിച്ച് മീൻസ് നെബൻ സാറ്റ്സ് അല്ലെങ്കിൽ റിലേറ്റീവ് സാറ്റ്സ് ആയിട്ട് വരുന്ന സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റും സെയിം ആയിരിക്കണം. ഫസ്റ്റ് സെൻറ്റൻസിലെ സബ്ജക്റ്റും സെക്കൻഡ് സെൻറ്റൻസിലെ ഡയറക്റ്റ് ഒബ്ജക്റ്റും സെയിം ആയിരിക്കണം. എങ്കിൽ ഇതിൻ്റെ വെർബ് സെൻറ്റൻസ് അല്ലെങ്കിൽ സെൻറ്റൻസ് സ്ട്രക്ചർ എന്താവും, ചേഞ്ച് ആവും. ആദ്യം നമ്മൾ എന്തിനെയാണോ പറയേണ്ടത്, ദി ഫ്രൗ, അത് പറയാം. അതിനെയാണ് നമ്മൾ സെക്കൻഡ് സാറ്റ്സയിൽ എന്തെന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്, സി എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തേക്കുന്നത്. സോ അക്കുസാറ്റീവ് കേസിൽ സി എന്തായി മാറും, ദി എന്നായി മാറും റിലേറ്റീവ് പ്രൊനോമൻ അനുസരിച്ച്. സോ ദി ഫ്രൗ, ദി ഇഷ് ഗെസ്റ്റേൺ ഗെസേൻ ഹാബെ. എന്ത് ചെയ്യുക, റിലേറ്റീവ് സാറ്റ്സെ മൊത്തം പറയുക എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സാറ്റ്സെ മൊത്തം പറയാം. ദി ഫ്രൗ, ദി ഇഷ് ഗെസ്റ്റേൺ ഗെസേൻ ഹാബെ. ദെൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റിലേറ്റീവ് പ്രൊനോമൻ കഴിഞ്ഞെങ്കിൽ വെർബ് അവിടെ പോകണം, അമ്മൻ്റെ പോകണം. ആൻഡ് ഇതിൻ്റെ റൂൾ അനുസരിച്ച് വെർബ് കോമ വെർബ് ഫോമിൽ പറയണം. സോ ദി ഫ്രൗ കോമ ദി ഇഷ് ഗെസ്റ്റേൺ ഗെസേൻ ഹാബെ വോണ്ട് ഇൻ ബെർലിൻ. Yeah, and that's for today. Then I will give more examples at the end of the video. Das war alles für heute. Ich denke, dass Sie alles verstanden haben. Dann tschüss, bis bald.